ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദംസ് കഫേ. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന അരിപ്പൊടി കൊണ്ടുള്ളൊരു റൊട്ടിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റൈസ് റൊട്ടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനകത്തേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ സവോള ചെറുതായിട്ട് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. ഞാനിവിടെ ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു ബൗളിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ അളവിന് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അരിപ്പൊടി 1/4 കപ്പ് അളവിനാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അരിപ്പൊടി എടുക്കുമ്പോൾ നമ്മൾ അപ്പത്തിനോ അല്ലെങ്കിൽ ഇടിയപ്പത്തിനോ പത്തിരിക്കോ ഒക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി വേണം എടുക്കാൻ. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്, അല്പം ഓയിലും ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിനാണ് ഓയിൽ ചേർക്കുന്നത്. അത് വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അല്പമായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ ചപ്പാത്തി മാവ് ഉണ്ടാക്കുന്നതിലും കുറച്ചുകൂടി ലൂസായിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. ഞാനിവിടെ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് അല്പം വലിപ്പമുള്ള ബോൾസുകളാക്കി അത് ചെയ്തെടുത്തിട്ട് അത് ഈ ഒരു ബട്ടർ പേപ്പറിൽ വെച്ചൊന്ന് പരത്തിയെടുക്കണം. സ്റ്റവിൽ ഒരു പാൻ വെച്ച് ചൂടാകുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കോക്കനട്ട് ഓയിലോ നെയ്യോ ചേർത്ത് കൊടുക്കാം. പരത്തി വെച്ചിരിക്കുന്ന റൈസ് റൊട്ടി ഈ ഒരു പാനിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ശേഷം ഈ ഒരു ബട്ടർ പേപ്പർ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ ഈ റൊട്ടി കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇതല്പം തിക്കായിട്ടുള്ളൊരു റൊട്ടി ആയതുകൊണ്ട് തന്നെ ഒരു 1.5-2 മിനിറ്റ് എടുക്കും ഇതിൻ്റെ ഒരു സൈഡായി വരാനായിട്ട്. അതുകൊണ്ട് ആണ് ഞാനിതൊന്ന് കവർ ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ താഴെഭാഗം ആയ ശേഷം മുകൾ ഭാഗത്ത് ഇതുപോലെ അല്പം നെയ്യോ കോക്കനട്ട് ഓയിലോ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് തിരിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. തിരിച്ചിടുമ്പോഴും നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 2 മിനിറ്റോളം ഇതൊന്ന് മൂടി വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. റൈസ് ഫ്ലോർ റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി കൂടി ചെയ്തെടുക്കാം. ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ള അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസ് ഫ്ലോർ റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റൊട്ടി എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക്